എന്റെ കർത്താവേ, കുളിച്ചങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊരു ചൂടായത്. വീർത്ത മനുഷ്യൻ. പിന്നെ പോണ്ടേ? മീറ്റിംഗ് തുടങ്ങാറായി. കഴിച്ചൂടെ? നിനക്ക് അങ്ങോട്ട് കഴിച്ചൂടെ? അതിന് ഞാൻ എന്തിനാണ്? ഒലക്കേ? നീ ഇപ്പൊ ഒലക്കേ കഴിക്കണം, മരുന്നാ കഴിക്കണത്? മരുന്ന് കഴിക്കണമെങ്കിൽ ഒലക്ക വേണ്ടേ ക്ലീറ്റാ? അതിന് ഒലക്ക വെച്ചിട്ട് കുത്തി ഇറക്കണം മരുന്ന്. എന്താ കഷായമല്ലേ, ഇച്ചിരി കയ്പൊക്കെ ഉണ്ടാവും, അങ്ങോട്ട് കുടിച്ചാൽ മതി. എന്താണ് ക്ലീറ്റാ? എന്താണ് വൈദ്യന്റെ അടുത്തുനിന്ന് കൊണ്ടുവന്ന പച്ചമരുന്ന് കാണിച്ചല്ലേ ക്ലീറ്റോനെ? അത് ഇടിച്ച് പിഴിഞ്ഞ് കുടിക്കാന്ന് ഞാൻ ഇന്നലെ മുതൽ പറയണല്ലേ. അല്ല, ഞാനേ ഈ വൈദ്യന് കാശ് നിങ്ങൾ കൊടുക്കണുണ്ട്, അയാൾക്ക് ഈ മരുന്ന് ഇടിച്ച് തന്നാൽ എന്താ പ്രശ്നം? പിന്നെ എന്തിനാണ് ഈ കാശ് മേടിക്കുന്നത്? പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ നടുവേദന ഇന്ന് കേരളത്തിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ട്. കാരണം എന്താണ്? കുനിഞ്ഞൊന്നും മുറ്റം അടിക്കൂല, അമ്മിയിലൊന്നും അരയ്ക്കൂല, വെള്ളം കോരൂല. അപ്പൊ ഇതെല്ലാം വലിയ അസുഖം വരും. നീ ഒന്ന് മുറ്റം അടിച്ചു നോക്കിയാൽ അതെല്ലാം മാറും. ഇപ്പൊ 2 ചോദ്യമാണ് ക്ലീറ്റോനോട് ചോദിച്ചത്. വൈദ്യന് മരുന്ന് ഇടിച്ചു തന്നാലെന്താന്ന്? വൈദ്യന് മരുന്ന് ഇടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിക്കാനുള്ള ചീത്തായി പോവില്ലേ മനുഷ്യ? നിങ്ങൾക്ക് ബോധമില്ലേ? 2 ദിവസം ഒരിക്കലുള്ളത് മേടിക്കാമല്ലോ. ഞാൻ 2 ദിവസം കൂടുമ്പോ വൈദ്യന്റെ അടുത്തോട്ട് പോണോ? പോണം, പോയി മേടിച്ചിട്ട് വരണം. നിനക്ക് പിന്നെ നടുവേദന എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ. പിന്നെ എന്താ പറഞ്ഞത്? മുറ്റടിക്കണം, അരയ്ക്കണം, ഇത് വെക്കണം, മറ്റത് ചെയ്യണം, മറിച്ചത് ചെയ്യണം. കേരളത്തിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ നടുവേദന ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ സഹിക്കണമെന്നുണ്ട്. അതിനകത്തൊന്നൊന്നുമില്ല കൈയിട്ട് വരാൻ. ഞാൻ എന്തോ എപ്പോഴും മറന്നു വെച്ചോളൂ, എനിക്ക് തോന്നുന്നില്ല. അതാണ് ആ സ്ഥലമൊക്കെ മാറ്റി. അതെ ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും ശരീരമാണെങ്കിൽ ജോലി ചെയ്താൽ മതി. ക്ലീറ്റ് ഒരു ഒലക്ക മേടിച്ചതാ, ഞാൻ മരുന്നിടിക്കട്ടെ. ഞാൻ നിങ്ങളോട് പട്ടുസാരി ഒന്നും ചോദിച്ചേ. ഇതിലും വേദം ഞാൻ പട്ടുസാരി വാങ്ങിച്ചു തരാം. പട്ടുസാരി കഴിക്കുമ്പോ പറയാ ഒലക്ക എന്ന് പറയാന്നൊന്നും ഞാൻ വരൂല. നീ ഇപ്പൊ അത് വേറെ എവിടെയെങ്കിലും അപ്പുറത്തെ എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കുക വിഴിയൊക്കെ ചെയ്യും. അല്ലെ, ഇവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, അതെന്ത് ചെയ്തു? എന്ത് ചെയ്തത് ഓർമ്മയില്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ല എന്ത് ചെയ്തു? പട്ടീനെ ഓടിച്ചിടാൻ വേണ്ടിട്ട് ഒലക്കെ പിടിച്ചോടി. ഇപ്പൊ നിങ്ങൾ അതും കൊണ്ടല്ലേ അലച്ചും കെട്ടി വീണ ഒലക്കെ ഓടിച്ച്. അത് ഒടിഞ്ഞാൽ അതിന്റെ പകുതി എടുത്തു വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യത്. അല്ലാണ്ട് എനിക്ക് മീറ്റിംഗിന് പോണ സമയം കത്തിച്ചത്. പിന്നെ ഇനിയിപ്പോ പോട്ടെ. ഇനിയിപ്പോ ഞാൻ പറയില്ല എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കുന്നേ. എനിക്ക് ഒലക്ക മേടിച്ചു തന്നിട്ട് പോകുന്നേ. കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും ഉണ്ടാ? ഒന്നുമില്ല. ഇല്ലല്ലോ, വേണ്ട. പാർട്ടി മീറ്റിംഗിന് അവിടെ ഉണ്ട് കാപ്പി. എടി, ഒലക്കൊക്കെ എത്ര രൂപ ആവുന്ന നീ വിചാരിക്കണം? എന്തായാലും പൈസ ഒന്നുമില്ല. ഞാനേ ഇവിടെ ചൂലുണ്ടോ ഇപ്പൊ? എടി, ചൂല് കൊണ്ട് മുറ്റം അടിക്കാൻ നീ ഒരു ദിവസം ചെയ്തു നോക്കും. നിന്റെ നടുവേദന മാറിയില്ലെങ്കിൽ നീ എന്റെ പേര് മാറ്റി. എനിക്ക് മുറ്റം അടിച്ചിട്ട് നടുവേദന മാറണ്ട. പിന്നെ നീ പോയി റെസ്റ്റ് എടുക്കും. എനിക്ക് ഒലക്ക മേടിച്ചു തരാനേ. ഒലക്ക മേടിച്ചു തരാൻ നിനക്ക് വേറെ എന്തെങ്കിലും പറയണ്ട. കൊലക്കായിട്ട് രാവിലെ നീ ഇവിടെ കിടന്നു. എന്നാലും ഒരു സന്തോഷം സമാധാനം ഉണ്ടല്ലോ, നീ ഇവിടെ തന്നെ കിടക്കണുണ്ടെന്നുള്ളത്. നീ ഇവിടെ കിടക്ക്. ഇത് ക്ലീറ്റോ എഴുതി വെച്ചോ. ക്ലീറ്റോ, ഇത് ദൈവം മോളിലിരിക്കുന്ന ദൈവം കാണും. ഇത് നിങ്ങൾക്ക് ഇനി വരും നടുവേദനയും കാലുവേദനയും കൈവേദനയൊക്കെ ആയിട്ട് ഇതൊക്കെ എനിക്ക് നിലവിൽ ഇപ്പൊ തന്നെ ഉണ്ട്. പിന്നെ ഇതൊന്നും ഞാൻ ആരോടും പറയണമില്ല, ഇതിന് മരുന്ന് കഴിക്കണില്ല. അതൊക്കെ അങ്ങ് മാറും. ഇവിടെ നിന്ന് ഇപ്പൊ നടന്ന് അങ്ങോട്ട് പോകുമ്പോൾ അതങ്ങ് മാറും. അത്രേ ഉള്ളൂ. രക്തഓട്ടം ഇങ്ങനെ നമ്മുടെ കാലിൽ സഞ്ചരിക്കുമ്പോൾ അതെല്ലാം മാറി കിട്ടും. പിന്നെ നടുവേദന നീ ഇനി മൂവിട്ട് വേണം, എന്റെ കൊച്ചിട്ട് തന്നോളൂ കേട്ടോ. ക്ലീറ്റോ ഭയങ്കര കഷ്ടമാണ്. ക്ലീറ്റോ പിറകെ വിളിക്കരുത്. ഞാൻ ഒരു നല്ല മീറ്റിംഗിന് പോവാണ് കേട്ടോ. അയ്യോ, പിന്നെ ഭയങ്കര നടിയല്ലേ നീ? ചുമ്മാ ഇരിക്കും. നീ ആ ചൂലെടുത്ത് ഇവിടെ ഒന്ന് അടിക്കും. കളിക്കരുത്. ഞാൻ തരും. പോകോട്ട്. എനിക്ക് കേട്ടുകൂടാ, ചെവി കേട്ടുകൂടാ. നല്ല കുറെ ദിവസമായി നല്ല വൃത്തിയുള്ള ഭക്ഷണം കഴിച്ചിട്ട്. ഇങ്ങനെ പറയുന്നത്? ഞാൻ എപ്പോഴും നന്നായിട്ട് തന്നെ ഉണ്ടാക്കി. അല്ല, ഇന്ന് കാളനൊക്കെ ഗംഭീരായി. എങ്ങനെ വെച്ചത് നീ? കണ്ണ് കുത്തി പൊട്ടിക്കും ഞാൻ. അതെ, നീ ഇത് സ്വന്തമായിട്ട് വെച്ചതാണോ ഇവിടെ നിന്ന് വാങ്ങിച്ചാണോ? അല്ല, എന്തായാലും നന്നായി. മണം പോയിട്ടില്ല പോടും. ആ, ഊണഴിച്ചാ? കഴിക്കാം. എനിക്കൊരു ഒലക്ക മതി. അയ്യോടാ, ഇപ്പൊ ഒലക്കയാ ഉച്ചക്ക് തിന്നുന്നേ. ഒലക്ക കഴിക്കണപ്പോ? ഒലക്കാന്ന് കേൾക്കുമ്പോ ഇത്ര തമാശ എന്താ ഇതിനകത്ത്? ഒലക്ക അല്ല, നാട്ടില് ഒലക്ക വിഴുങ്ങിരിക്കണത് ഞാൻ ആലോചിച്ചു ചെയ്താ. ഞാൻ സീരിയസ് ആയിട്ട് പറയണ. ഇവിടുത്തെ ഒലക്ക എന്ത്? ഇവിടുത്തെ ഒലക്ക കൊള്ളൂല.
കൊള്ളൂലെന്നല്ല, അത് നടുവൊടിഞ്ഞല്ലേ? ഇവിടുത്തെ ഒലക്ക ചീത്തായി പോയി ഉപയോഗിക്കാതെ. ചുമ്മാ പറയാണ് എനിക്ക് തരാൻ പറ്റാഞ്ഞിട്ട്. പിന്നെ നാത്തൂനെ എടുത്ത് ഒലക്ക എടുത്തോണ്ട് പോയാ എന്താ? എന്റെ സ്വർണ്ണമാലയൊന്നുമല്ലല്ലോ ചോദിച്ചു. നിനക്ക് വേണമെങ്കിൽ എടുത്തോണ്ട് പോകൂടി, ഒലക്കവൾക്ക് സ്ത്രീധനം കിട്ടിയൊന്നുമല്ലല്ലോ. ആടാ വേണമെങ്കിൽ എടുത്തോണ്ട് പോയിക്കോ. കൊള്ളൂല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാ? അന്നല്ല അത് ഒടിഞ്ഞ. എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഒലക്ക വേണം. അപ്പൊ നിന്റെ ഒലക്കയോ? അത് മറ്റേ അന്ന് പട്ടീനെ ഒടിച്ചിട്ടപ്പോഴത്തേനും ക്ലീറ്റ് അതെടുത്തും കൊണ്ട് വീണ് അത് ഒടിഞ്ഞു പോയി. അവനോട് ഒന്നുകൂടെ കൊണ്ടുതരാൻ പറ. അതൊക്കെ ഞാൻ പറഞ്ഞു, ക്ലീറ്റ് മേടിച്ചു തരില്ലാന്ന് പറഞ്ഞു. ഇപ്പൊ എന്തിനാ ഞാൻ മിക്സിയിൽ ചെയ്തു തരാം. ഒലക്കൊക്കെ ഒലക്ക് തന്നെ വേണ്ടേ? ഇതെന്തൊരു പാടുന്നത്? എന്തിനാന്നത്? മരുന്നിടിക്കാനാന്ന്. മരുന്നിടിക്കാനാണോ? എടുത്തോണ്ടോ, ഞാൻ ചെയ്തു തരാം. എനിക്കൊരു ഐഡിയ ഉണ്ട്. ഐഡിയ എങ്ങോട്ട് ഉണ്ടാക്കാനല്ല പറഞ്ഞത്, കാര്യായിട്ട് മറ്റേതില്ലേ കുരുമുളക് ഇടിക്കണത്. ഏട്ടാ അമ്മയുടെ ചെറുത് ഇങ്ങനെ ടുപ്പൂന്ന് അതില് ആ തീപ്പെട്ടിക്കൊള്ളി പോലത്തെ സാധനത്തിലല്ലേ ഇത്? കൊറേ മരുന്നുണ്ട്, വേരൊക്കെ ഉണ്ട്, ചതക്കണം എന്നാ പറഞ്ഞത്. അടുത്ത എവിടെയാ വീട്ടോട് പോയിട്ട് വാങ്ങിച്ചേ? എനിക്ക് നാണാവൂല ഇങ്ങനെ തെണ്ടിക്കൊണ്ട് നടക്കാൻ. ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ആ അമ്മിയിലിട്ട് ഊത്തിക്ക. അമ്മിയില് കനക ഒരു ഒലക്ക മേടിച്ചു തരാൻ പറ്റുമോ? ആ പുതിയത് മേടിച്ചു കൊടുക്കാൻ. എന്റെ പൊന്നോ, പറഞ്ഞ കേട്ടതൊന്ന് സ്വർണ്ണമാല മേടിച്ചു തരാൻ പറഞ്ഞ പോലെ. നേടാ ഒരു ഒലക്കയാടാ ചെറുക്ക. ആ ക്ലീറ്റസിനോട് പറഞ്ഞോടെ നിനക്ക്. ക്ലീറ്റോ മേടിച്ചു തരില്ലാന്ന് പറഞ്ഞു. എന്താ മേടിച്ചു തരില്ലാന്ന്? ക്ലീറ്റോന് നാണക്കേടാന്ന് ഒലക്കയും ചോന്നുണ്ട് നടക്കണം. ഓ, അവൻ വെള്ളയും വെള്ളി ഇടണവനല്ലേ? എന്റെ കാക്കിക്ക് എന്തും ചെയ്തല്ലോ. നിനക്ക് എന്തെന്നാ നാണക്കേട്? ആ, എനിക്ക് നടക്കാറുണ്ട്, എന്നെ കൊണ്ട് കഷ്ടമുണ്ടടാ. ഒരു ഒലക്ക ഒലക്കൊക്കെ നിങ്ങൾ കടയിൽ പോകുമ്പോ വാങ്ങിച്ചോ. ഞാനിനി എപ്പോ പോയിട്ടാന്ന്? എനിക്ക് ഇന്ന് അത്യാവശ്യം വൈകുന്നേരത്തേക്ക് വേണ്ടതാന്ന്. കനക ഇല്ല ഇല്ല, എന്നോട് എന്താ അങ്ങനെ പറയല്ലോ? ഒരു ഒലക്ക മേടിച്ചാടാ. എന്നോട് പറയണ്ടാന്ന്, ഞാൻ വാങ്ങിക്കൂല. മരുന്നിനാണെങ്കിൽ ക്ലീറ്റോ ചേട്ടനെ വിളിച്ച് പറ. ഇത് നടക്കില്ല, ഉറപ്പറിയാലോ സ്വഭാവം. അതും നടക്കൂല കനക. എനിക്ക് പിന്നെ ആരോടാടാ പറയാനുള്ളത്? എന്റെ നടു പോകൂടാ. അപ്പൊ നിനക്ക് പോയി വാങ്ങിയ എന്താ കുഴപ്പം? നിനക്ക് അവിടെ നിന്ന് ഒലക്കെ പിടിച്ചോണ്ട് വരാൻ മടിയല്ലേ? മടിയായിട്ടല്ല, ഞാൻ ഈ വെയിലത്ത് പോകണ്ട തന്നെയല്ല, എന്റെ കയ്യിലില്ല. ഞാൻ ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് വിചാരിച്ചാണ് ഞാൻ. പോയോട്ട് മേടിച്ചോ? ഇല്ല ഇല്ല. എടാ എന്താടാ കാല് പിടിക്കാൻ ഒലക്ക മേടിച്ചിട്ടുണ്ടോടാ? ഒലക്കൊക്കെ ക്ലീറ്റസിനോട് പറ. ക്ലീറ്റോ ചേട്ടനെ വിളിച്ച് പറ, സമയം കളയണ്ട. എനിക്കറിയാം. മരുന്ന് വേണമെങ്കിൽ മതി. ചത്ത് കിടക്കണമെന്ന് പറഞ്ഞാലും ആരും നോക്കൂല എന്നെ. മാറിക്കുണ്ടോന്ന് കാളം കൂട്ടി ചോറിട്ട് വേണ്ടേ? പേടിപ്പിക്കണ എന്തിനാ? വാ ചോറുണ്ണ. എന്നിട്ടോ ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ, വേണമെങ്കിൽ വന്നാ മതി. ഇന്ന് ഞാൻ ഒലക്ക ഒപ്പിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ, എന്റെ പേര് നിങ്ങൾ വേറെ ആർക്കെങ്കിലും ഇട്ടോ. ഹലോ, എന്തുപറ്റി? എന്ത് മുഖം വെറുപ്പിച്ചേക്കണേ? എന്നെ പൊട്ടം കടിച്ചതാ. അയ്യേ, നല്ല മുഖം. എന്താന്ന്? എനിക്ക് കിട്ടിയില്ല. എന്തെന്ന്? നിന്റെ തല. ഒലക്ക. ഇപ്പോഴും ഒലക്കെന്ന് പറഞ്ഞു നിക്ക? ഒലക്ക തന്നെ വേണ്ട. പിന്നെ ഞാൻ പറഞ്ഞല്ലേ ആ കല്ലിലിട്ട് ഞാൻ ഇടിച്ചു തരാന്ന്. കല്ലിലിട്ട് ഇടിച്ചാൽ ശരിയാവൂല, അത് ഒരലിലിട്ട് ഇടിക്കണമെന്ന് വൈദ്യൻ പ്രത്യേകം പറഞ്ഞതല്ലേ. വേരൊക്കെ ഉള്ളത് അതൊക്കെ അതിന്റെ പാകം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ദോഷമായിട്ട് വരും. എന്റെ നടു ഒടിഞ്ഞു കിടന്നോട്ടെ, ഞാനൊരു ഐഡിയ പറയട്ടെ? വേണ്ട, നീ രാവിലെ മുതൽ ഓരോ ഐഡിയ പറയുന്നുണ്ട്. ഈ ഐഡിയ നല്ലതായിരിക്കും. നോക്ക്, ആരോടെങ്കിലും ചോദിക്കും. ആ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളുടെ വീട്ടിൽ, കുടുംബശ്രീയിലെ പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ ഒലക്ക ഇട്ടുകൊണ്ട് നടക്കുക. അവരുടെ വീട്ടിലുണ്ടാവൂലോ? ഉണ്ടാവൂലെന്ന്. ഇപ്പൊ ഒലക്ക എവിടെ ഉണ്ടാവാനാ? ഏത് വീട്ടിലും? എല്ലാ വീട്ടിലും മിക്സി ആയില്ലേ? നമ്മുടെ തന്നെ ഒലക്ക പോയില്ലേ? ആരുടെയെങ്കിലും വീട്ടിലുണ്ടാവും. ചോദിച്ചു നോക്കിയാ കിട്ടുമോ? ആരും ഇല്ലാത്തോളം എനിക്കൊരു ഒലക്ക മേടിച്ചു തരാൻ ആരും ഇല്ല ഇവിടെ. അല്ലെങ്കിൽ പിന്നെ വേറെ ഐഡിയ പറയട്ടെ? ഇത് ഉറപ്പാ, ഇത് നല്ലതായിരിക്കും. അതും കൂടി പറയാന്ന്. പറയട്ടെ? നമുക്ക് അമ്മാവനോട് ചോദിച്ചാലോ? ഇനി അഥവാ അമ്മാവന്റെ അവിടെ ഒലക്ക ഇല്ലെങ്കിൽ തന്നെ അവിടുന്ന് എവിടുന്നെങ്കിലും ഒപ്പിച്ചോണ്ട് തരും, അമ്മാവനായതുകൊണ്ട്. ഫോണ്ടാന്നോ? ഞാൻ എന്താ കയ്യിൽ ഫോൺ കൊണ്ടു നടക്കാം? അതിന് പോലും പൈസ ഇല്ല. പൈസ ഒക്കെ ഉണ്ട്. എല്ലാ കാര്യത്തിനും എന്റെ ബുദ്ധി തന്നെ വേണോന്ന് വെച്ചാൽ നടക്കില്ല കേട്ടോ. ഓ എന്താ? കുറച്ച് സീരിയസ് ആയിട്ട് പറ. നടുവേദന ഉണ്ട്, അങ്ങനെ. ഹലോ അമ്മാവാ, ഒരു ഒലക്ക കിട്ടോ?
എനിക്ക് നടു പാടില്ല അമ്മാവ. അല്ല ഒലക്കം കൊണ്ടേ മരുന്ന് ഇടിക്കാൻ വേണ്ടിട്ടാ. ആ കൊണ്ടുവരുവോ? അല്ല നമ്മുടെ അടുത്ത വീട്ടിൽ എവിടെയെങ്കിലും ഒന്ന് നോക്കമ്മാവ, തങ്കത്തിന് പാടില്ല. ദേ ജമന്തിക്ക് എന്തോ പറയാനുണ്ടെന്ന്. അമ്മാവ, അതെ നാത്തൂന് നടുവേദനയായിട്ട് കിടപ്പാ. ആ ഒലക്കൊണ്ട് ഇടിച്ച മരുന്ന് അല്ല, ഒലക്കൊണ്ട് ഇടിച്ച മരുന്നായാലേ ശരിയാവുള്ളൂന്ന്. അതല്ലേ നടു തിരുമുവാന്നോ? അല്ല അത് ഇവിടെ പറഞ്ഞതാ, ഞാൻ നടു തിരുമണോന്ന് ചോദിച്ചതാ. എങ്ങനേലും ഒരു ഓലക്ക ഒപ്പിച്ചു കൊടുക്ക്. അവിടെ ഇല്ലെന്ന് ഒരെണ്ണം മേടിച്ചു കൊടുക്കോ? ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടേ വെള്ളം കുടിക്കാൻ മറന്നുപോയി. കുടിക്കാൻ ആവശ്യത്തിന് അവിടെ വെച്ചേക്കല്ലേ. അതേ ഉഗ്രം കാളൻ വീട്ടില്. ഞാൻ വേണമെന്ന് വെച്ചിട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ച അപ്പോഴേക്ക് കഴിഞ്ഞു പോയി. എന്ത് കാര്യത്തിനാണ്? അടുത്ത് ഇന്നില്ലേ നീ ഒറ്റക്ക് കഴിച്ചില്ലേ? കാളനും കൂളനാക്കാം അതൊക്കെ കഴിച്ച്. അതേ ഒലക്ക വേണം. എന്തിനിപ്പോലക്ക? തങ്കത്തിന് മരുന്നടിക്കാനാത്രേ. അത് ക്ലീറ്റസ് മേടിക്കൂല, നമ്മൾ അന്വേഷിച്ച് നടക്കണം. അയ്യോ ക്ലീറ്റസ് ഒന്നും വാങ്ങിക്കില്ലല്ലോ. അവൻ വെള്ളയൊക്കെ ഇട്ട് നടക്കണ വലിയ പ്രമാണിയല്ലേ. അവന് ഈ ഒലക്കൊക്കെ ചുമന്നുകൊണ്ട് റോട്ടിൽ കൂടെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കണക്കേടാകും അവന്. അല്ലേ? നമ്മക്ക് പിന്നെ ഒക്കെ ചെയ്തല്ലോ കാക്കിട്ടോന്. അല്ല ഇനിയിപ്പോ ഒലക്ക എങ്ങും മേടിക്കാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. ഇപ്പൊ ആരാണ് ഒലക്ക മേടിക്കണ? ആരെങ്കിലും മേടിക്കാനുണ്ടെങ്കിലല്ല കടക്കാർ വിൽക്കാൻ വെച്ചോണ്ടിരിക്കുള്ളൂ. ഇപ്പൊ പെണ്ണുങ്ങൾ ആരും ഒരല്ലിടിക്കണില്ല, അമ്മിയും മരക്കണില്ല, അലക്കല്ലിൽ അലക്കണില്ല, എല്ലാം മെഷീനല്ലേ. അപ്പൊ ഒലക്കൊക്കെ ആളുകൾ കച്ചവടം നിർത്തി. ഒലക്കൊക്കെ കിട്ടുമെന്ന് എവിടെ കിട്ടാൻ? ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഈ പിന്നെ തേങ്ങയൊക്കെ പൊതിക്കണ പാരല്ലേ, പാര. ചെലപ്പോ നമ്മുടെ ചാലയിൽ ആ കുണ്ടാമണ്ടി കടയില്ലേ, വേലായുധേട്ടൻ്റെ, അത് തന്നെ അതിലുണ്ടാവും. അവിടെ പുതിയതില്ലെങ്കിൽ അയാൾ പഴയത് പെയിന്റെങ്കിലും അടിച്ച് തരും. പഴയതാ എന്തേലും ആ കടയിലുണ്ടോ ഒലക്ക? ഞാൻ അവിടെ തന്നെ കണ്ടത്. അവിടെ കിട്ടുള്ളൂ. ഇതൊക്കെ വേറെ ആരും വിൽക്കണമൊന്നുമില്ല. അവിടെ പായി, പനമ്പ്, ഒലക്ക, അങ്ങനെ പഴയ സാധനമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇന്നൊരു കാര്യം ചെയ്യാം, നമുക്കിന്ന് കഴിഞ്ഞിട്ട് പോകുമ്പോ ആ വഴി കറങ്ങിട്ട് ഒരു ഒലക്ക മേടിച്ചിട്ട് പോകണം. ഒലക്ക മേടിക്കാം. തങ്കത്തോണി തെന്മലയോരം കണ്ടേ പാലക്കൊമ്പിൽ. ഹലോ ഹലോ, കിട്ടിയാ? ഇതൊക്കെ കിട്ടി മോളെ. എവിടുന്നാണ്? കമല ചേച്ചിയുടെ വീട്ടിലിരുന്ന ചമ്മ. ഇനി അങ്ങനെ കാണിച്ച് നടു ഒടിയൊന്ന്. 150 രൂപ സെക്കൻഡ് ഹാൻഡ്. അതിന് പൈസ കൊടുക്കണ്ടായിരുന്നു. അല്ലാതെ തരില്ല അവര്, ഞാൻ ചോദിച്ചു. പഴയതല്ലേ? തരില്ലടി. ഇങ്ങനെ വന്ന റോട്ടിൽ കൂടി എന്തേ? ഓ നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാർ. എനിക്ക് അങ്ങനെ നാണൊന്നുമില്ല. എന്റെ ആവശ്യം നടക്കണ്ടേ? എന്റെ കെട്ടിയാനൊക്കെ ഭയങ്കര വെയിറ്റ് ആയിരുന്നില്ലേ ചോദിച്ചപ്പോ? അത് ശരി, എന്റെ മാത്രോ ക്ലീറ്റോ ചേട്ടനാ? അതിന് പിന്നെ വെയിറ്റ് ആണല്ലോ. എന്നെ വിളിക്കാറില്ലേ? ഞാൻ വന്നേനെ. വരും കൊറേ. എന്തിനാണ് ഇങ്ങനെ തള്ളണത് വെറുതെ? ഞാൻ വരുമായിരുന്നു. ഒറ്റയ്ക്ക് എന്തിനാ അവിടെ വരെ പോയി? ഇങ്ങോട്ട് വന്ന്. എന്തിനാ? ഇപ്പൊ ഇനി വന്നില്ല, അവിടം വരെ പോകാനല്ലേ പൊക്കോ. വാ. ഇല്ല, വാടി മോളെ. എന്തിനാ? ഒക്കെ ഉണ്ട്, വാ. വന്നാ പറയാം. ഒരു സാധനം തരാം. ശരിക്കും തന്നില്ലെങ്കിൽ ഞാൻ തരാതിരിക്കോ? ഇത്ര നേരം ഞാൻ എടുത്തില്ലേ? അത് കൊള്ളൂല. ഒറ്റ കുടിച്ചു നോക്കിയോ? അയ്യോ ക്ഷീണിച്ച്. അപ്പോ അങ്ങനെ ഒലക്ക കിട്ടി. മരുന്നെടുത്തോണ്ട് വരാൻ. ഞാൻ പോയി എടുക്കണോ? എനിക്കൊന്നും പറ്റില്ലേ? എന്താ എന്താ എന്താന്ന് ഒരല് അതിന് കഴുകണ്ടേ? കഴുകുന്ന അങ്ങോട്ട്. കഴുക എനിക്ക് നടുപാടില്ലല്ലോ. അതിനാണ് എന്നെ വിളിച്ചോണ്ട് വന്നേ. എനിക്ക് ഏതാണ്ട് തരാന്നും പറഞ്ഞ ആളെ കൊണ്ടുവന്നേ. തരും.
ഒരച്ചങ്ങ് കഴുകു മോളെ. നാത്തൂനാ പറഞ്ഞോ, നാത്തൂമാര് പറഞ്ഞ അനുസരിക്കാൻ ഭയങ്കര. ഞാൻ കേസ് കൊടുക്കും, എന്റെ അടുത്ത് നാത്തുമ്പോരെ എടുക്കാന്ന്. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാ ചെയ്യും. ഇത് കോരിക്കളയണ്ടേ? എടി ഒന്ന് മുറുക്ക കാണിക്കണേ. അങ്ങനെ അങ്ങോട്ട് ചെയ്യും കൂടെ അനങ്ങട്ടെ അങ്ങോട്ട്. നീ കൈ മാറ്റിക്ക്. ഇവിടെ ആരൊരയ്ക്കും? ഞാൻ വീട് പോകുന്നു. ഒരയ്ക്കങ്ങോട്ട്. ഞാൻ ഒരു ചിരട്ട കിട്ടോ നോക്കട്ടെ. ചേട്ടൊന്നും കിട്ടില്ല. ഞാൻ ഇത് കൊരണ്ടേ, ഞാൻ കാണിച്ചേ. ചിരട്ട ഉണ്ടായില്ല ഈശ്വരാ. അയ്യോ, എന്റെ വീട്ടിൽ ആരാണ്ട് വന്ന് വണ്ടിയുടെ ഒച്ചയിട്ട്. ആരാ? രക്ഷപ്പെട്ട്. ആരാ? ആരാ? ആരാടി? ഇത് തന്നെയാടേ വീട്? ആ ചേട്ടൻ ഇതൊന്നല്ലേ പറഞ്ഞേ? ചേച്ചി, ചേച്ചി. നമ്മളാ അഴകേശൻ ചേട്ടൻ തന്നു വിട്ടാണിത്. ഒലക്ക എന്താടി? അമ്മാവും കൊടുത്തു വിട്ടേക്കണ. അയ്യോ ഒലക്ക. എന്താ പിടിച്ചോ? ഇത് ഇവിടെ കിട്ടിയായിരുന്നു. അപ്പൊ ഇത് കൊണ്ടുവയ്ക്കോ. തിരിച്ചു കൊണ്ടുപോവാനാ? നമ്മൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞപ്പോ തന്നു വിട്ടാണ്, അതുകൊണ്ട് വന്നേ. അതെ, എന്നാ പിന്നെ ഇത് ഇവിടെ ഇരുന്നോട്ടെ, അമ്മാവും വരുമ്പോ കൊണ്ടുപോകും. അമ്മ വീട്ടിലുണ്ട്. തന്നു വിടുന്ന് പറഞ്ഞില്ലായിരുന്നു, ഞങ്ങൾ അറിഞ്ഞില്ല. വേറെ കിട്ടിയലക്ക. അപ്പൊ നമ്മള് പോവാണ്. ആ ശരി, വലിയ ഉപകാരം കേട്ടോ. ആ ശരി. മക്കൾ അവിടെ ഉള്ളതാ? ആ അവിടെ വീട്ടിന്റെ അടുത്തുള്ള. സ്റ്റാർട്ട് ചെയ്ത് എറേ. കള്ളണോ? വേണ്ട, സ്റ്റാർട്ട് ആവും. ആന പോലത്തെ സ്കൂട്ടർ. ഇനിയിപ്പോ ഇതെന്ത് ചെയ്യും? കൊള്ളാലേ. ഒലിക്കനൊക്കെ പറയുമ്പോ ഇത്രയും വേണ്ടേ? ഓ അവിടുന്ന് എടി ഒരല് ഇത്രയും വരൂലടി പൊട്ടിക്കാളി. ആ എന്തെങ്കിലും ആവട്ടെ. അമ്മേ ഇടിച്ച്. ഇതെന്താ? എന്നോട് പോകാൻ പറഞ്ഞു. നീ വാങ്ങൂലെന്നല്ലേ പറഞ്ഞേ? ഈ ഒലക്കയല്ല, ശരിക്കും നാത്തൂന് വേറൊരു ഒലക്ക അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ അമ്മാവും കൊടുത്തു വിട്ട ഒലക്ക. ഏട്ടനും ഒലക്ക ഉണ്ടെന്നല്ലേ? ഇതിപ്പോ എവിടേക്ക് അന്വേഷിച്ചാണെന്ന് അറിയാമോ? ഞാനും കുറെ അന്വേഷിച്ചു. ഈ വീടുകളിൽ മുഴുവൻ അന്വേഷിച്ച് നടന്നപ്പോഴാണ് എനിക്ക് ആ മറ്റേ ഒലക്ക കിട്ടിയത്. അത് കഴിഞ്ഞപ്പോ ഞാൻ അതിനു മുമ്പേ അമ്മാവനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒലക്ക അയച്ചു തന്നു. ഈ ഒലക്ക ഒരു കൊടുത്തു വിട്ടു. ഒലക്ക വാങ്ങിക്കാൻ വേണ്ടിട്ട് അമ്മാവനോടും പറഞ്ഞ? എടി ഇവിടെ ഒരു ഒലക്ക വാങ്ങണച്ച നിനക്കത് ക്ലീറ്റസിനോട് പറയാം, അല്ലെങ്കിൽ അത് എന്നോട് പറയാം. ഞങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞു പറഞ്ഞില്ലേ? അപ്പൊ നീ എന്താ പറഞ്ഞേ? മേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? നോക്കട്ടെ എന്നൊരു വാക്ക് നീ പറഞ്ഞിട്ടില്ല. നോണ പറയരുത്, പച്ചക്കള്ളം. 3 ഒലക്കയാ? അയ്യോ, സാധനങ്ങളൊക്കെ എന്താ വേണ്ടത് എനിക്കറിയില്ല. പുതിയത് മേടിച്ചെന്തിനാ? പഴയത് മതിയായിരുന്നല്ലോ. പഴയതൊന്നും ഇപ്പൊ ഒരു വീട്ടിലും ഇല്ല. എവിടെയാണ് ഇപ്പൊ ഒരലുള്ളത്? ഇതിപ്പോ 3-4 മാർക്കറ്റിൽ പോയി അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയതാണ്. പഴയ സ്റ്റോക്ക് ആയിട്ടാണത്. ഇതിനു വേണ്ടി പെട്രോൾ എത്ര ചെലവായി നിനക്ക്? 750 രൂപയും ചെലവായി. പൈസ ഞാൻ തരാം, നീ അതിന് വഴക്കിടുന്നു. പൈസ നീ തരണം, പൈസ വേണമല്ലെങ്കിൽ. ഏട്ടാ അത് ഇവിടെ വച്ചേക്ക, ഇനി ആവശ്യം വരുമ്പോ എടുക്കാലോ. ഇനി എന്താ ആവശ്യം ഇതുകൊണ്ട്? ദേഷ്യപ്പെടുന്ന എന്തിനാ? ആവശ്യമുണ്ട്. ഇതുകൊണ്ട് അവൻ ഇടങ്ങേറുണ്ടാക്കുമ്പോ അവന്റെ മുട്ടുകാലി കല്ല് ഓടിക്കാം. ക്ലീറ്റസിന്റെ പാട്ടിന് പോകും. ഇവിടെ എന്താ അറിയോ, ഇവിടെ ഈ വക പരിപാടികൾ ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ആ ഓലൊക്കെ കൊടുക്കണം.
ഏട്ടാ ഒരൊലക്ക മേടിച്ചാൽ ഇങ്ങനെ ദേഷ്യപ്പെടണോ? ഒലക്കട മൂട് ഒരൊലക്കയ്ക്ക് വേണ്ടി എല്ലാവരോടും പറഞ്ഞിട്ട് ഈ വീടുള്ള ഒലക്ക മുഴുവനെ കളക്ട് ചെയ്തോണ്ടിരിക്കടി നീ. കൊടുത്താലുണ്ടല്ലോ നിനക്ക് മേടിച്ചെങ്കിൽ എന്നോട് പറഞ്ഞാലെന്തായിരുന്നു അപ്പൊ? എന്താ വേഗം കൊണ്ടുപോവാ. അതൊന്നും നീ ഒളിപ്പിച്ച് വെച്ചേക്കണേ. അത് ഒലക്കല്ലേ? എവിടെന്നത്? അത് അമ്മാവൻ കൊടുത്തു വിട്ടതാ. അമ്മാവനാ? അമ്മാവൻ എന്തിനാ കൊടുത്തു വിട്ട? അമ്മാവനോട് ആര് പറഞ്ഞു ഒലക്ക വേണമെന്ന്? അമ്മാവൻ കൊടുത്തു വിട്ടാൽ മാത്രമൊന്നുമല്ല, ഞാനൊരൊലക്ക വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇത് അവിടെ കിടക്കണം. പിന്നെ ഇവിടെ അത് വേറെ എവിടെ നിന്നൊക്കെ തണ്ടി പിടിച്ചിട്ട് വേറെ ഒലക്ക കൊണ്ടുവന്നിട്ടുണ്ട്. അത് വീടിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം മൊത്തം 4 ഒലക്ക. തങ്കം, നിനക്ക് സത്യത്തിൽ എത്ര ഒലക്കയുടെ ആവശ്യം ഉണ്ടായിരുന്നു? പിന്നെ എന്തിനാണ് ഈ കണ്ട ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞു? നിനക്ക് ഒലക്ക വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാനത് മേടിച്ചോണ്ടിരുന്ന അറിയില്ലേ? ഞാൻ ക്ലീറ്റോനോടും കനനോടും മാറി മാറി പറഞ്ഞല്ലേ, അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ മേടിക്കൂലെന്ന്? പിന്നെ പറഞ്ഞ ഉടനെ മേടിക്കാൻ പറ്റിയ സാധനമല്ലേ? ആണുങ്ങളുടെ കയ്യിൽ കാശ് വരണം, കാശ് വരുമ്പോഴേ ഇത് മേടിക്കാൻ പറ്റൂ. അപ്പൊ ഞാൻ അമ്മാവനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അമ്മാവനും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളുടെ അടുത്ത് പോയി നോക്കിയത്. എന്റെ പൊന്നളിയ, നീ ഒലക്ക വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിത് വാങ്ങിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അവളത് ഒലക്ക വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ ശരി വാങ്ങിക്കാന്ന് പറഞ്ഞാൽ നിനക്ക് എന്തായിരുന്നു കുഴപ്പം? എന്റെ അളിയ, ഇത് പറഞ്ഞ ഉടനെ വാങ്ങാൻ പറ്റുന്ന സാധനമാണ്. ഇത് പൈസ വേണ്ട കയ്യിൽ. പൈസ ഒപ്പിച്ചിട്ട് അത് ഉള്ള സ്ഥലത്ത് പോയി തപ്പി പിടിച്ച് മേടിച്ചിട്ടല്ലേ വരാൻ പറ്റൂ. അല്ല, നീ ഇതെന്താണ്? നിനക്കിത് വാങ്ങണതിന് മുമ്പ് എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചൂടെ? ഞാൻ എന്തിനാണ് നിന്നെ വിളിക്കണത്? നീ വാങ്ങിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വാങ്ങിക്കണ്ടേ? അല്ല, നീ വാങ്ങിക്കാന്ന് ഏറ്റിട്ടാണ് ഇവിടുന്ന് പോയത് അല്ലല്ലോ? ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ നിന്റെ അടുത്ത്? നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? നോക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ? ഒലക്ക വിഴിഞ്ഞോളൂ അവിടെ നിൽക്കണമുണ്ടില്ലേ? 3 ദിവസം കാണിച്ചിട്ട് ഇനി വേറെ ആരോടും പറഞ്ഞിട്ടുണ്ടോടി? പിന്നെ ഒന്ന് അമ്മയെ വിളിക്കുവോ വേഗം? അമ്മ ഗുരുവായൂർ പോയിട്ട് വന്ന വഴി എങ്ങാനും ഒലക്ക കണ്ടാ ചിലപ്പോ മേടിക്കും. അത് വിളി പറഞ്ഞ ഐഡിയ. ഓ, എന്റെ അളിയ ഒന്ന് അടുത്ത് വെച്ച് വിളിച്ചളിയാ. എന്തൊരു കഷ്ടം. അമ്മയുടെ അടുത്ത് ഒലക്ക എല്ലാം മന്ദബുദ്ധിയായി പോയല്ലോ. അതെ, നിങ്ങളൊക്കെ വേണ്ട പണി എന്താണെന്നറിയോ? ഒലക്ക വിഴിഞ്ഞ പോലെ നിക്കണില്ല അവള്. ഉണ്ടാ വല്ല അമ്മ, അമ്മ ഒലക്ക വാങ്ങിക്കണ്ടേട്ടാ. 4 ഇവിടെ ഉണ്ടെന്ന് പറ. അമ്മ എന്താണ്? ആ ആ ആ ആ ശരി ശരി, സമാധാനമായി. അമ്മയെങ്കിലും വാങ്ങിയില്ലല്ലോ. ഓക്കെ. അതുമായിട്ട് വേഗം ഇങ്ങ് വാ. അമ്മ 2 ഒലക്ക വാങ്ങിച്ചിട്ടുണ്ട്. ഒരാൾക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവര് നമ്മൾ തല്ലാവൂലേ? അപ്പോൾ ഒരാൾക്ക് 1, മറ്റാൾക്ക് വേറെ 1. നന്നായി. അപ്പൊ ഇപ്പൊ മൊത്തം 6 ഒലക്ക അമ്മ കൊണ്ടുവരാനായിട്ട് ചേർത്ത്. ഭയങ്കര സംഭവമാണ്. ഒലക്ക വിഴിഞ്ഞാൽ അവള് നിൽക്കണത് കണ്ടില്ലേ? എന്താണ് ഈ ഒലക്ക വെച്ചുള്ള പരിപാടി? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇത് ഞാൻ നടരാജന്റെ കയ്യിൽ നിന്ന് 500 രൂപ കടം മേടിച്ച് വാങ്ങിച്ച ഒലക്കാണ്. എനിക്ക് എന്റെ പൈസ കിട്ടണം. നിനക്ക് പൈസ, നിനക്ക് ഒലക്കട മൂട് കിട്ടും. നീ ഒരു കാര്യം ചെയ്യടി, ആ ഒലക്ക 6 ആ ഗേറ്റിന്റെ മുമ്പിൽ കൊണ്ടിട്ടുണ്ട്. നിരത്തി കുഴിച്ചിട്. എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ബോർഡും വെക്കി. ഒലക്ക വിൽപ്പനയ്ക്ക്. ഒലക്ക വിൽപ്പനയ്ക്ക് എന്നല്ല, ഒലക്ക ഈ വീടിന്റെ ഐശ്വര്യം. എങ്ങനെ ഉണ്ടാവും? Alien versus Alien.